ആൺ പെൺ വിഭജനം അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ചും കലകളുടെ കാര്യത്തിൽ ഈ ഒരു അതിരുകൾ, ആൺ പെൺ എന്നുള്ള അതിരുകൾ മായ്ക്കപ്പെടുന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും സ്വന്തം സ്വത്വത്തെ മറച്ചു വെച്ചുകൊണ്ട്, മുഖംമൂടി അണിഞ്ഞുകൊണ്ട്, പല ചമയങ്ങളോടെ, ആളിനെ കാണാൻ കഴിയാത്ത ചമയങ്ങളോടെയാണ് പല കലാപ്രകടനങ്ങളും ഗോത്രങ്ങളിൽ ധാരാളമായി കണ്ടുവരാറുള്ളത്. അതുകൊണ്ട് നമ്മൾ ഗോത്ര സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഗോത്ര കലകളെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇതൊരു പ്രധാന പോയിൻ്റായിട്ട് കണക്കാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഗോത്രങ്ങളിൽ സെൽഫ് എന്നുള്ളത്, സ്വത്വം എന്നുള്ളത് നിർവചിക്കപ്പെടുന്നതും അത് കലാപരമായി ആവിഷ്കരിക്കപ്പെടുന്നതും. പണ്ട് മുതലേ മനുഷ്യൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഉയർച്ചയെന്ന് പറയുന്നത് സ്വയം മറക്കുക എന്നുള്ളതാണ്, സെൽഫ്ലെസ് ആകുക എന്നുള്ളതാണ്. ഒരു സ്വത്വം ഞാൻ എന്നുള്ളത് സ്ഥാപിക്കുക എന്നുള്ളതല്ല, ഞാൻ എന്നുള്ളതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഗോത്ര സാഹിത്യത്തിലും ഗോത്രകലകളിലും സാഹിത്യത്തിലും കലകളിലും പൊതുവെ നോക്കിയാലും പുതിയ പുതിയ ലോകത്താണ്, ആധുനിക ലോകത്താണ് കലകളും സാഹിത്യവും ആത്മാവിഷ്കാരം എന്ന പേരിൽ സ്വന്തം സ്വത്വത്തെ സ്ഥാപിച്ചെടുക്കാൻ, ഞാൻ എന്നതിനെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ പാരമ്പര്യ കലകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. എല്ലാ ആട്ടങ്ങളും പകർന്നാട്ടങ്ങളാണ്. ഒറ്റയ്ക്കൊരാൾ പാടുകയും എല്ലാവരും കേട്ട് നിൽക്കുകയും ചെയ്യുന്ന രീതി, അത്തരം സംസ്കാരങ്ങൾ വളരെ അപൂർവമാണ്. ഒരാൾ നൃത്തം ചെയ്യുകയും കൂടുതൽ ആൾക്കാരെ കണ്ടു നിൽക്കുകയുമല്ല, എല്ലാവരും നൃത്തം ചെയ്യുകയും എല്ലാവരും നൃത്തമായി മാറുകയും ചെയ്യുന്നതാണ് നമ്മൾ പലപ്പോഴും ട്രൈബൽ സൊസൈറ്റിയിൽ കാണുന്നത്. അതിന് ഇന്നത്തെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൃശ്യ പൊലിമ അതിനുണ്ട്. ആരും കാഴ്ചക്കാരില്ല. ഇത് സാഹിത്യത്തിലുമുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾ തുടർന്ന് സംസാരിക്കും. താങ്ക് യു. ഒക്കാൾക്ക് നമസ്കാര വൻ്റെ അക്കരെ തോട്ടിൽ മീൻ പൊടിപ്പാ, വൻ്റെ അക്കരെ തോട്ടിൽ മീൻ പൊടിപ്പാ. എന്തു നല്ല മീനു തോടെ മീനു കൊയ്മ മീനു കണ്ണി മീനു താനേ. എന്തു നല്ല മീനു തോടെ മീനു കൊയ്മ മീനു കണ്ണി മീനു താനേ. വൻ്റെ അക്കരെ തോട്ടിൽ മീൻ പൊടിപ്പാ, വൻ്റെ അക്കരെ തോട്ടിൽ മീൻ പൊടിപ്പാ. എന്തു നല്ല മീനു തോടെ മീനു കൊയ്മ മീനു കണ്ണി മീനു താനേ. തോടെ മീനു കൊയ്മ മീനു കണ്ണി മീനു താനേ. എൻ്റെ പേര് പ്രകൃതി, വയനാട് ആൻഡു. ഞാൻ ആദിവാസി പണിയ സമുദായത്തിലത്തെ ട്രാൻസ് വുമൺ ആൻഡു, കൂടാതെ തന്നെ എഴുത്തുകാരിയും. സ്വന്തം ഐഡൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ സ്വന്തം സ്വത്വത്തിൽ ഉറച്ചു നിന്ന് സമൂഹത്തിന് മുമ്പിൽ സ്വന്തം കമ്മ്യൂണിറ്റിയിൽ, ഇതുപോലുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് പറയണതിൽ എനിക്ക് അന്തസ്സും അഭിമാനത്തോടെ ഞാൻ പറയണു. കാരണം WLF ഞാൻ പറഞ്ഞു, ആദിവാസി പണിയ സമുദായത്തിലെ ഒരു ട്രാൻസ് വുമൺ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻസാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, ഇവിടെ ജാതിയോ മതമോ ലിംഗവർണ്ണ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. എത്രത്തോളം വെള്ളപൂശലാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗവർണ്ണ വ്യത്യാസത്തിൻ്റെ മതിൽക്കെട്ടുകൾ എപ്പോഴും നിലനിൽക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ട്രൈബൽ വിഭാഗത്തിൽ, അതായത് പണിയ സമുദായത്തിലെ ജനതയ്ക്ക് ജെൻഡർപരമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃത്യമായ ഒരു ധാരണയില്ലാത്തത്, പുസ്തകങ്ങളിലെ അറിവ് ഒരുപക്ഷെ കുറവായിരിക്കാം, എങ്കിലും ഒരുപാട് ജ്ഞാനമുള്ള മനുഷ്യർ തന്നെയാണ് ആദിവാസി മനുഷ്യർ.
പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഈ വേദിയിൽ സംസാരിക്കാൻ കഴിയണത് നമ്മൾ എഴുതുന്ന എഴുത്തുകളെ കുറിച്ചാണ്. ഞാൻ കൂടുതലായിട്ടും പണിയ കമ്മ്യൂണിറ്റിയുടെ, ഞാനൊരു പണിയ സമുദായക്കാരി ആയതുകൊണ്ട് തന്നെ പണിയ സമുദായത്തിൻ്റെ ഭാഷ തന്നെയാണ് ഞാൻ എൻ്റെ കവിതകളിൽ ഉപയോഗിക്കണത്. കൂടാതെ മലയാളത്തിലും എഴുതാറുണ്ട്. പ്രത്യേകിച്ച് പണിച്ചി എന്ന് പറയുന്ന കവിതയും ഇവളു എന്ന് പറയുന്ന കവിതയും പച്ചലിത്ത് എന്ന് പറയുന്ന കവിതയെല്ലാം നമ്മുടെ ട്രൈബൽ ലാംഗ്വേജിൽ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓരോ വേദികളിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ, നമുക്ക് ഉള്ളു തുറന്ന് സംസാരിക്കാൻ, നമ്മളെ കേട്ടിരിക്കാൻ കുറച്ച് മനുഷ്യരുണ്ടാവുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് നിറഞ്ഞു കവിയണ വേദികൾ പോലും ഒരുപാട് വിടവുകൾ സംഭവിക്കണോ എന്നതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ എഴുത്തുകൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെക്കുറിച്ച് പഠിക്കാനും നമ്മളെക്കുറിച്ച് അറിയാനും ആരും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടും ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കവിതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, നൃത്തങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ആദിവാസി കലാകാരി എന്നൊരു നിലയിൽ പണിയ സമുദായത്തിൻ്റെ കയവും കളിയും കമ്പളനാട്ടി എന്ന് പറയുന്നൊരു നൃത്തരൂപമാണ് ഞാൻ ഈ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊണ്ടുപോയത്. എൻ്റെ പിള്ളേരെ മക്കൾ മികച്ച മാർക്കോടെ തന്നെ അവർക്ക് എ ഗ്രേഡ് മേടിച്ച് തിരിച്ചു വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുത്ത് മാത്രമല്ല, ട്രൈബൽ ആദിശക്തി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആദിശക്തി സമ്മർ സ്കൂൾ. കേരളത്തിലെ ആദിവാസി ദളിത് വിദ്യാർത്ഥികൾ മാത്രം പ്രവർത്തിക്കണ ഒരു ചെറിയൊരു കളക്റ്റീവാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. പ്രത്യേകിച്ച് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമാണ് നിങ്ങൾ എന്ന് സൊസൈറ്റി തന്നെ നമ്മളടുത്ത് പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം താഴെത്തട്ടിലേക്ക് തട്ടിയിടണത് നമ്മുടെ ഇന്നത്തെ ഈ സൊസൈറ്റി തന്നെയാണ്. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് മലയാളം ഉച്ചാരണം പോലും കൃത്യമായിട്ട് വരില്ല, സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല, നിങ്ങൾക്ക് സൗന്ദര്യമില്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ രീതി അങ്ങനെയാണ്, നിങ്ങളുടെ വസ്ത്ര രീതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് സൊസൈറ്റി തന്നെ പറഞ്ഞ് ഒരു കുട്ടി, ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കണ കാലത്ത് നമ്മൾ അന്ന് കുമ്മിട്ടി എന്നാ പറയുക, കുമ്മിട്ടിക്ക് പോണ ആ സമയത്ത് മറ്റ് ജാതിക്കാർ നമ്മളെ പണിച്ച് കുട്ടികൾ പോകുന്നുണ്ട്, പണിയന്മാർ പോകുന്നുണ്ട്. ഒരുപക്ഷെ പബ്ലിക്കായിട്ട് നമ്മളെ അങ്ങനെ ജാതി പേര് വിളിച്ചിങ്ങനെ കളിയാക്കുമ്പോൾ കുഞ്ഞുനാൾ മുതൽ നമുക്ക് സ്വന്തം ജാതി അല്ലെങ്കിൽ ഞാൻ പണിയനാണെന്ന് പറയണത് അല്ലെങ്കിൽ ഞാനൊരു പണിച്ചിയാണെന്ന് പറയണതിൽ മനസ്സിൽ ഒരുപാട് മുറിവുകൾ തന്നിരിക്കുന്ന ഒരു ബാല്യം തന്നെയാണ്. നമ്മൾ പബ്ലിക്കായിട്ട് അങ്ങനെ പണിയന്മാരാണ്, പണിച്ചികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറുമരാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പണ്ട് എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്നെ അപേക്ഷിച്ച് അന്ന് പറഞ്ഞ ആ കളിയാക്കൽ അല്ലെങ്കിൽ ആ പരിഹാസം തന്നെയാണ് ഇന്ന് അഭിമാനത്തോടെ ഈ ഒരു വേദിയിലിരിക്കാൻ എന്നെ സഹായിച്ചത്. ഒരുപക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുത്തുകളും വായനയും എല്ലാം കൊണ്ടുവരണം. ട്രൈബൽ ലാംഗ്വേജ് ട്രൈബൽസിൻ്റെ കൾച്ചർ ആയാലും പോലും മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു സ്കൂളിൽ സ്വന്തം ഭാഷ സംസാരിക്കാൻ, സ്വന്തം ഗോത്രത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ മടിക്കണം ഇന്നത്തെ കാലത്ത്. ഒരു സ്കൂളിൽ അതാത് ഗോത്രങ്ങളുടെ ഭാഷ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയെ നിയമിക്കണം എന്നും കൂടി ഈ ഒരു വേദിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് പണിച്ചി. ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. ആ കവിത ഞാൻ ചൊല്ലാം. പണിച്ചി. പെറ്റുട്ടായി മുല കുട്ടിച്ചു, അമ്മ എൻറ്റും അപ്പ എൻറ്റും നാവ് പൊളിച്ചു. കായോ പൂവോ പുടുക്കു കണ്ടേ കായു തന്നെ, കല്ലുമുള്ളും കാലു തൊട്ടു കാല നീങ്ങി താടി വന്ത രോമ വന്ത, എൻ്റെലും കായിനുള്ളിലി പൂവ് പോലെ ചീയേ പണിച്ചി വളുത്തെ, കെട്ടുത്ത പേരുക്കു ഊക്കു കൂട്ടി
കല്ല് കെട്ടി മുണ്ടു കെട്ടി, ചോര മുറിഞ്ച കൂട്ടുപൊട്ടി നാടു നീങ്ങി. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അല്ല തിരിവാ, വാതെ തോന്റി കേറി നിണ്ടായി. ഓ ഉത്തമനെ പായു ഉത്തപ്പനെ പായു, വந்த നായ നോക്കിക്കാണു. ഇവേ വാതെ തന്നെ, പിരാന്ത പിരാന്ത, നിന്ന മുണ്ടു പൊക്കി പുടുക്കു കണ്ട, കല്ല പൊട്ടി മീശ വെക്കൂ, മേലാളു കണ്ണു പൊത്തി ചിരിച്ചായിരിക്കൂ, നീയു മൊട്ടയാകൂ, കയ്യ ഏക്കു കയ്യ ഞാനു പണിച്ചി. ഒരു കവിതയും കൂടി അവതരിപ്പിക്കുകയാണ്. പറ്റതാത്തവളു എന്നാണ് ആ കവിതയുടെ പേര്. മൊട്ടയായി ഉരുവം തിരിഞ്ചു, മൊട്ടത്തിയായി മിനച്ച നേര, ചുറ്റിക്കെട്ടുവ അമ്മന മുണ്ടറുക്കൂ, കെട്ടിച്ചാവനോ പോളപ്പിരെ, കഞ്ഞി തളച്ചനും കണ്ണൻ ചിരട്ടലി, കൂട്ടുവ കറിക്കോ ചൊപ്പു പട്ടയും. ഇച്ചുക്കോള് പയറ്റി ചിരിച്ചാരുത്തു, കൂട്ടത്തുള്ളവരു വായു പൊത്തി കൂട്ടം തെറ്റി, കുരുന്തു പുള്ളന മനമുറിഞ്ചു, കാല നീങ്കി, മൊട്ടന നാണ നൂരുന്തു, മൊട്ടന മേലും കയ്യും മുത്തങ്ങ കാടുപോലെ, മീച്ച കുറ്റി മുളച്ച കാല ഇട്ടാൻ തോന്റു തൈ വേറൊരു മൊട്ടന കൂട്ട, എപ്പി ഏക്കു എന തൈ, അമ്മ പെങ്ക ഏയു കുളിച്ചിച്ചും എന്നെ കുളിക്കലു ആവ കാണി, പിരണ പോൻ്റെ മലച്ചുളുക്കു കണ്ണുപൊള്ളമും ചോര പോലെ, മുല നോക്കി പുടുക്കറുപ്പ കേന തോന്റി, മുലക്കണ്ണു തട്ടിപ്പ കാണി മുല പുളയും വണ്ണം കാണി, കോണ മാറ്റുവ മുണ്ടാർക്കു കിട്ടിച്ചും ഉച്ചിൻ്റെ ആടെ പൊച്ചി കാണി, അമ്മ വെച്ച കോണറക്കു ചോര വറ്റിച്ചു കറ പൊട്ടിച്ചു, ഞാനു വറ്റിച്ച മുണ്ടറക്കു ചോര വറ്റിപ്പനും ചോര കാണി, എൻ്റെലും ആളറിയാതെ ഞാനു ഏയു കുളിപ്പേ, ഞാനും പറ്റതാത്തവളു. ഋതുമതിയാവണ ആ ഒരു ടൈമിൽ ഒരു ട്രാൻസ് വുമൺ ഫേസ് ചെയ്യണ കുറേ കാര്യങ്ങളുണ്ട്. ബയോളജിക്കലി നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്, ബയോളജിക്കലി നിങ്ങൾ സ്ത്രീകളല്ലല്ലോ, അത് പിന്നെ ഒരു പുരുഷന് നിന്നല്ലേ നിങ്ങൾ സ്ത്രീകളായിട്ട് മാറണതെന്നൊക്കെ. ഓക്കെ, അത് ഞങ്ങളും സമ്മതിച്ചിരിക്കണോ. ബയോളജിക്കലി സ്ത്രീകൾ അല്ലെങ്കിൽ ഞങ്ങളൊരു ഒരു പുരുഷനിൽ നിന്നാണ് ഞങ്ങൾ സ്ത്രീകളായി മാറിയിരിക്കണത്. അതിൽ യാതൊരുവിധ നാണക്കേടും കാര്യങ്ങളും ഇല്ല. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ പ്രസവിക്കണം, അല്ലെങ്കിൽ ഒരു പൂർണ്ണ സ്ത്രീ ആവണമെങ്കിൽ പ്രസവിക്കണം, അല്ലെങ്കിൽ ആർത്തവം ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ മോഡേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ്റെ കുറേ തെറ്റായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ട്രൈബൽ ലാംഗ്വേജിൽ നമ്മൾ എഴുത്തുകളും കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട്. കൂടാതെ ഇനിയും ഒരുപാട് എഴുത്തുകൾ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദിയിൽ ഇത്രയും നേരം സംസാരിക്കാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു പ്രകൃതി. അടുത്തായി കാർത്തിക സംസാരിക്കും. ഹലോ, നമസ്കാരം. എൻ്റെ പേര് കാർത്തിക രതീഷ്. കാസർഗോഡ് ജില്ലയിലെ ആദിവാസി വിഭാഗമായ മലവേട്ട് സമുദായത്തിലാണ് ഞാൻ ജനിച്ചത്. ഇപ്പം എൻ്റെ സുഹൃത്ത് പ്രകൃതി പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ ഒരുപാട് ജാതീയ വിവേചനങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പിന്നെ എന്താ പറയുക, ഒരു ഒറ്റപ്പെടുത്തലും മാറ്റി നിർത്തലും, പിന്നെ നമ്മൾ കൂടി നിൽക്കുന്ന സമയത്ത് അല്ല ഒരു വഴിയിലോട്ട് പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറയും, നീ എന്താ പറയുക പിന്നെ കോളനിയല്ലേ, അല്ല പിന്നെ ചെറുവനല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കലായിരുന്നു. അന്നേരം വലിയൊരു മാനസിക വിഷമം തന്നെയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ആ ഒരു വേദന നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരു അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ഞാനും ഒരു ട്രൈബൽ വ്യക്തിയാണ് എന്നുള്ള അഭിമാനത്തോടെ ഞാൻ പറയണു. പലരും പറയുന്നുണ്ട് പിന്നെ ജാതിയില്ല മതമില്ല എന്നൊക്കെ. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പിന്നെ ദളിത് ജനങ്ങളുടെ ഇടയിൽ പിന്നെ നടക്കുന്ന ഒരുപാട് പിന്നെ വിഷമങ്ങൾ. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷയം നൃത്തമാണ്. ഞാൻ RLV ഗവൺമെൻറ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഭരതനാട്യ വിദ്യാർത്ഥിനിയാണ്. കൂടാതെ ഒരു ഡാൻസ് ടീച്ചറാണ്. എൻ്റെ തനത് കലയായ ഞങ്ങളുടെ ഗോത്രകലയായ മംഗലം കളിയാണ് പിന്നെ ഞാൻ പരിശീലിപ്പിക്കുന്നത്. കൂടാതെ സ്കൂൾ കലോത്സവങ്ങളിൽ സംഘനൃത്തം, തിരുവാതിര,
തുടങ്ങിയ നാടോടി നൃത്തം തുടങ്ങിയ പിന്നെ ഐറ്റങ്ങൾ ഞാൻ പരിശീലിപ്പിച്ച് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 3ാം സ്ഥാനം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം പിന്നെ നൃത്ത ഇനം എന്ന് പറഞ്ഞാൽ നാടോടി നൃത്തമാണ്. പിന്നെ ചിലവർ നാടോടി നൃത്തത്തെ ഒരു ഇതിൽ എന്താ പറയുക വേറൊരു രീതി നോക്കി കാണുവാണെങ്കിലും ഞാൻ അതിന് കാണുന്നത് നമ്മുടെ വിഷമങ്ങൾ ഏകദേശം പിന്നെ ഒരു ബേസ്ഡ് സ്റ്റോറി ആയിരിക്കും നാടോടിനൃത്തത്തിൽ പറയുണ്ടാവുക. ഇപ്പോൾ ഒരു കീഴാൾ വർഗത്തിൽ അടിച്ചമർത്തപ്പെട്ട കഥകളൊക്കെ എനിക്ക് ഡാൻസിലൂടെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അത് പിന്നെ എത്രത്തോളം സക്സസ് ആയി പിന്നെ വളരെ രീതിയിൽ സക്സസ് ആയി എന്നാണ് ഞാൻ കരുതുന്നത്. കൂടാതെ ചെറുപ്പത്തിൽ ഞാൻ നൃത്തമൊന്നും അഭ്യസിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു പാട്ട് കേട്ടാൽ പിന്നെ അതിന് ചുവട് വയ്ക്കും. പഠിക്കാനുള്ള ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ സ്വയമേ ഡാൻസ് പഠിച്ചിട്ട് സ്കൂളും കലോത്സവങ്ങളൊക്കെ ഞാൻ പങ്കെടുക്കും, പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായി ഭരതനാട്യം അരങ്ങേറുന്നത് സായി ട്രസ്റ്റ് നമുക്ക് എറണാകുളം ജില്ലയിലെ ഒരു പിന്നെ ഭരതനാട്യ ക്ലാസ് നമുക്ക് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2024 ഞാൻ എൻ്റെ ഭരതനാട്യം അരങ്ങേറ്റം പിന്നെ ചെയ്യണതും അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് RLV കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും. വളരെ അഭിമാനമാണ് ഒരു ആദിവാസി എന്ന നിലയിൽ ആ കോളേജിലേക്ക് എത്താൻ പറ്റുന്നതും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലെ ആൾക്കാർ, എൻ്റെ ഊരിലെ ജനങ്ങൾ പിന്നെ ആ ഒരു ഏരിയയിൽ മാത്രം ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പുറം ലോകവുമായിട്ട് വലിയൊരു അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരാൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് പുറത്ത് ലോകത്തെത്തുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പുതിയ ലോകം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വലിയൊരു ആശക്കുഴപ്പമായിരുന്നു. പക്ഷേ എന്താ പറയുക, എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളാണ് കോളേജിൽ ടീച്ചേഴ്സും വളരെ സപ്പോർട്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം എൻ്റെ കലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ജാതീയപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഫാമിലി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ഒരു ട്രാൻസ് വുമൺ എന്നൊരു ഐഡൻറ്റിറ്റി ഞാൻ ആദ്യം തുറന്ന് പറഞ്ഞത് എൻ്റെ വീട്ടുകാരോടാണ്. അപ്പം പിന്നെ എന്താ പറയുക, അവർക്ക് വേണ്ടത്തെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പിന്നെ മനുഷ്യനെ മനസ്സിലാക്കാനുള്ള മനസ്സ് ഉണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ആദ്യം എൻ്റെ അമ്മയോട് ചോദിച്ചത് കാര്യമാണ്, അമ്മേ ഞാൻ ഹലോ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ നാളെ ഒരു പെണ്ണായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്നെ സ്വീകരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത്, നീ ആണായാലും പെണ്ണായാലും എൻ്റെ വയറ്റിലല്ലേ നീ പിറന്നത് എന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറേ സ്കൂളിലൊക്കെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വരെ നമ്മളെന്താ പറയുക ഒരു ആണെന്ന രീതിയിൽ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസവും അല്ല, മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു കഴിവാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് ഉണ്ടായാൽ തന്നെ എന്താ പറയുക, നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്താ പറയുക, ഇങ്ങനൊരു വേദി കിട്ടിയ വളരെ സന്തോഷം, അഭിമാനമാണ്. അപ്പം എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയതിലും താങ്ക് യു. എൻ്റെ പേര് വൈഗ സുബ്രഹ്മണ്യം എന്നാണ്. ഞാൻ കൃത്താർട്സിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അപ്പം ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പാട്ടും നൃത്തവും കവിതയും പരിണാമത്തിൻ്റെ തുരുത്തുകൾ എന്നുള്ളതാണ്. അപ്പം ഞാൻ 1983 ജനിക്കുന്നത്. 1983 ഫെബ്രുവരി 28 നൽസ ജഡ്ജ്മെൻറ്റ് വരുന്നത് 2014 നൽസ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്
നമ്മളുടെ മനുഷ്യരുടെ ജെൻഡറുകൾ സ്വയം സാക്ഷ്യപ്പെടുത്താൻ അയാൾക്ക് തന്നെയാണ് കഴിയുക എന്നുള്ളൊരു വിധിയാണ്, കോടതിയുടെ വിധിയാണ് നൽസ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1983 ഞാൻ ജനിക്കുന്ന സമയത്ത് എന്താണ് ജെൻഡർ എന്നോ എന്താണ് സെക്സ് എന്നോ എന്താണ് സെക്ഷുവാലിറ്റി എന്താണെന്നോ തിരിച്ചറിയാനുള്ള വിവരവും ബോധവും ഒന്നും ഉണ്ടായിരുന്നുള്ള കാലത്തായിരുന്നില്ല ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ നിറയെ കവിതകളുണ്ട്, മനസ്സിൽ പാട്ടുണ്ട്, നൃത്തമുണ്ട്, എല്ലാ കുട്ടികളെയും പോലെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ്. കവിതയും പാട്ടും ഈ സർഗാത്മകതയും ഒക്കെ തന്നെ മനസ്സിലുണ്ടായിരിക്കെ തന്നെ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ കാലത്ത് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ജനിച്ച സമയത്ത് എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സക്സസ് ആൻഡ് അറ്റ് ബർത്ത് എന്നൊന്നും പറയുന്ന ആ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. ജനിച്ചു, ആ കുട്ടിയെ പൊതുവേ പുറത്തുള്ള ആളുകളാണ് തീരുമാനിക്കുന്നത്. ഇത് ജനിച്ച കുട്ടി ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഇത് ജനിച്ച കുട്ടി പെൺകുട്ടിയാണ്, ഇവരുടെ പ്രൈവറ്റ് പാർട്ട് അല്ലെങ്കിൽ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്ന സ്വകാര്യ അല്ലെങ്കിൽ ഗുഹ്യഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ജെൻഡർ എന്താണെന്നോ എൻ്റെ സെക്സ് എന്താണെന്നോ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്വത്വം തിരിച്ചറിയാനുള്ള ബോധവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ബോധത്തിൽ, സ്വത്വബോധത്തിൽ അകപ്പെട്ടു പോയിട്ട് പാട്ടും കവിതയും നൃത്തവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ എപ്പോഴാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ പോലും സാധ്യമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 35ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്നത്. അതായത് 35 വയസ്സ് വരെ ഒരു ആണിൻ്റെ ശരീരത്തിൽ ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എനിക്ക് പാട്ടിന് ഇപ്പോഴത്തെ കാണുന്ന ഈ നമ്മുടെയൊക്കെ എഴുതുന്നത് കവിതകൾ പോലും ആണോ എന്നറിയില്ല. ഇപ്പം ശ്രീമതി വിജയരാജ മല്ലിക തന്നെ പറയാറുണ്ട്, ഭാഷ കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ് ഞങ്ങളെന്നും. കുയർ മനുഷ്യർ അല്ലെങ്കിൽ ലിംഗലൈംഗിക ന്യൂനപക്ഷ വിഭാഗം മനുഷ്യരെന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റി മനുഷ്യരെന്ന് പറയുന്നത് ഭാഷ കൊണ്ട് മുറിവേറ്റ മനുഷ്യരാണ്. അപ്പോൾ എനിക്കൊക്കെ ഒരു നൃത്തം മനസ്സിലുണ്ടായിരുന്നു, നൃത്തം നഷ്ടപ്പെട്ടു. കുറച്ചു കാലം നൃത്തം പഠിച്ചു, കുറച്ചു കാലത്ത് സംഗീതം പഠിച്ചു, അവസാനിപ്പിച്ചു. കവിത എപ്പോഴോ കവിതകളും എഴുതാൻ പേന എടുത്തു, അത് എവിടേക്കോ നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ. എനിക്ക് ഞാനാവുക അല്ലെങ്കിൽ എനിക്ക് എന്നിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അതിനെനിക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഇന്നത്തെ മനുഷ്യർക്ക്, സിസ്റ്റൻഡർ മനുഷ്യർ, എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന മനുഷ്യർക്ക് കവിത വേണമെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കവിതകൾ എഴുതാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഇപ്പോൾ പ്രകൃതി ആയാലും അല്ലെങ്കിൽ ശ്രീമതി വിജയരാജ മല്ലിക ആയാലും കാർത്തിക ആയാലും ശ്രീകുമാർ എഴുത്താണി ആയാലും ആരായാലും ഇവർക്കൊക്കെ ഇവരുടെ സ്വത്വത്തിൽ അകപ്പെട്ടു പോയിട്ട് സർഗാത്മകത നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കൈമോശം വന്നു പോയിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ തിരിച്ചു കിട്ടാൻ ഇപ്പോൾ എനിക്ക് 42 വയസ്സാവേണ്ടി വന്നു. എനിക്ക് ഇതൊക്കെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ആ സമയത്തുള്ള എൻ്റെ ആവശ്യങ്ങൾ എന്തായിരുന്നു വെച്ചാൽ, ഒരു ബസ്സിൽ കയറിയാലും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാൻ മുട്ടുകാല് വിറയ്ക്കും കണ്ടക്ടർക്ക് പൈസ കൊടുക്കണമെങ്കിൽ. നമ്മൾക്ക് വീട്ടിൽ നിന്ന് നമ്മൾ സ്കൂളിൽ വിട്ട് അല്ലെങ്കിൽ കോളേജിൽ വിട്ട് വീട്ടിലേക്ക് എത്തണമെങ്കിൽ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താവുന്നത് ചുറ്റും മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണിൽ പെടാതെ എങ്ങനെ വീട്ടിലെത്താം അല്ലെങ്കിൽ അടുക്കളവാതിൽ വഴി വീട്ടിലെത്താം എന്നുള്ളത് 1 കിലോമീറ്ററിന് പകരം 5 കിലോമീറ്റർ ചുറ്റിവളഞ്ഞ് വന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് സംഗീതവും നൃത്തവും കവിതയൊക്കെ നഷ്ടപ്പെട്ടത്. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വന്തം സ്വത്വത്തിലേക്ക്, അതായത് ഒരു ട്രാക്കിലെത്തി അല്ലെങ്കിൽ ശരീരവും മനസ്സും ഒരേ ട്രാക്കിലെത്തിയ സമയത്ത് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ പറഞ്ഞ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ പറ്റിയത്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നിലവിളികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നത് മുഴുവൻ എൻ്റെ നിലവിളികൾ അല്ലെങ്കിൽ എൻ്റെ മനുഷ്യരുടെ നിലവിളികളും കരച്ചിലുകളും വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രമായിപ്പോയി. ഒരു 2 വരി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കവിത എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇവർ പറയുന്ന പോലെ ഭാഷ കൊണ്ട് മുറിവേറ്റ അല്ലെങ്കിൽ നിലവിളികൾ മാത്രമായിട്ടേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അത്തരത്തിലേ മനുഷ്യർക്ക് എഴുതാൻ പറ്റുള്ളൂ, ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക്. ഒരുപക്ഷെ ഞങ്ങളുടെ നൃത്താവിഷ്കാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ പെട്ടുപോയേക്കാം മനുഷ്യരുടെ സങ്കടങ്ങളും. നമുക്കറിയാം ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള നാടകങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സ്വത്വത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഞങ്ങളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും നാടക രൂപത്തിൽ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ സംഗീത രൂപത്തിൽ, നൃത്ത രൂപത്തിൽ, കവിതയുടെ രൂപത്തിൽ അല്ലെങ്കിൽ എഴുത്തിൻ്റെ പല മേഖലകളിലും. വിജയരാജ മല്ലിക പറയുന്നത് പോലും എഴുത്താളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുത്താളുകൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ആളുകളുടെ ജെൻഡറോ സെക്സോ സെക്ഷുവാലിറ്റിയോ നോക്കാതെ എഴുത്താളുകൾ. അപ്പം ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള എഴുത്താളുകൾ എഴുതുമ്പോൾ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതിലും
ഒരു ലിമിറ്റേഷൻസ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ ലിമിറ്റേഷൻസ്, കാരണം ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങളുടെ വിഷയങ്ങളാണ് എഴുതാൻ വരുന്നത്. ചിലപ്പോൾ ആ കവിതയുടെ ഒരു കുറച്ച് ഭാഗങ്ങൾ വായിക്കാൻ, കവിത എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇത് എൻ്റെ നിലവിളിയാണ്. നിങ്ങളെൻ്റെ കവിതയെ പൊട്ടയെന്ന് വിളിച്ചു, ഞാനേ പൊട്ടയല്ലേ, ഞങ്ങൾക്കെന്നും പൊട്ടകളല്ലേ. പൊട്ടകളെന്ന് പറഞ്ഞാൽ ഹിജഡ കൾച്ചർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ, ഈ പറയുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പൊട്ടകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ട്രാൻസ് മനുഷ്യരെയാണ് പൊട്ടകളെന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ കവിതയെ പൊട്ടയെന്ന് വിളിച്ചു, ഞാനേ പൊട്ടയല്ലേ, ഞങ്ങൾക്കെന്നും പൊട്ടകളല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ കെട്ടതെന്ന് വിളിച്ചു, ഞാനേ കെട്ടതല്ലേ, ഞങ്ങളെന്നും രണ്ടിലും കെട്ടതല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ ചീത്തയെന്ന് വിളിച്ചു, ഞാനേ ചീത്തയല്ലേ, ഞങ്ങളെന്നും ചീത്തകൾ കേൾക്കുന്നവരല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ 9 എന്ന് വിളിച്ചു, ഞാനേ 9 ഞങ്ങളെന്നും 10 നിങ്ങൾ എൻ്റെ കവിതയെ കുണ്ടൻ്റെ എന്ന് വിളിച്ചു, ഞാനേ കുണ്ടനല്ലേ, ഞങ്ങളെന്നും അടി കൊണ്ടവരല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ മുറിച്ചതിൻ്റെ എന്ന് വിളിച്ചു, ഞാനേ മുറിയല്ലേ, ഞങ്ങളെന്നും മുറിക്കകത്തുള്ളവരല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ വെടിയുടെ എന്ന് വിളിച്ചു, ഞാനേ വെടിയല്ലേ, നിങ്ങളുടെ വെടിയെന്നും ഞങ്ങളുടെ നെഞ്ചിലല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ പെണ്ണാളൻ്റെ എന്ന് വിളിച്ചു, ഞാനേ പെണ്ണാളനല്ലേ, ഞങ്ങളെന്നും പെണ്ണായവരല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ അമ്മായിയുടെ എന്ന് വിളിച്ചു, ഞാനേ അമ്മായിയല്ലേ, ഞങ്ങളെന്നും അമ്മയാകാത്തവരല്ലേ. നിങ്ങൾ എൻ്റെ കവിതയെ പെണ്ണാച്ചിയുടെ എന്ന് വിളിച്ചു, ഞാനേ പെണ്ണാച്ചിയല്ലേ, ഞങ്ങളെന്നും അച്ചിമാരുടെ പെണ്ണുങ്ങളല്ലേ. ഞങ്ങൾ നാരൻ പൊട്ടകൾ, കഥയറിയാതെ കവിതയറിയാതെ ആട്ടം കാണുന്നവർ, ചീത്ത കെട്ട പൊട്ട കവിതകൾ എഴുതുന്നവർ. അപ്പം ഇത്രയും മനുഷ്യർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കവിത എഴുതാൻ വന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഞങ്ങളുടെ നിലവിളികളാണ്. ഞങ്ങൾക്ക് മറ്റു മനുഷ്യരെ പോലെ പല വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെന്നും വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവരായിരുന്നു. ഞങ്ങൾ ഇവിടെ കൈവച്ചു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിലാവട്ടെ, നമുക്കിപ്പം കൈവയ്ക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലാണ്. അത്തരം മാധ്യമങ്ങളിൽ ഞങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന കാര്യം, നിങ്ങൾ അവിടെ നിൽക്ക്. ഇപ്പോഴും എനിക്ക് വന്നിട്ടുള്ളൊരു പച്ച മെസ്സേജ് ഞാൻ വായിച്ചു തരാം. ഒരാളെ എനിക്ക് അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. ഞാനൊരു അഭിപ്രായം പറഞ്ഞു തരാം. അതായത് ഈ അടുത്ത കാലത്ത് ജാസിയുടെ ഒരു വിഷയത്തെക്കുറിച്ച് കൊറ്റംകുളങ്ങര അമ്പലത്തിലുണ്ടായിട്ടൊരു വിഷയത്തെക്കുറിച്ച് എത്ര നീചമായിട്ടാണ്, എത്ര വൃത്തികെട്ട രീതിയിലാണ് അയാൾ മെസ്സേജ് അയച്ചതെന്ന് നിങ്ങൾ കേട്ടോളൂ. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കേസ് കൊടുക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അതെന്താടാ, ഞാൻ വിചാരിക്കുമ്പോൾ ഒന്നും വിചാരിക്കേണ്ടത് അയാളുടെ ഭാഷയാണ്, എനിക്ക് അയാളുടെ ഭാഷയിൽ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. അതെന്താടാ മൈരെ, എന്നെ തന്ത ജനിപ്പിക്കാൻ നേരം നീ ഊമ്പിക്കൊടുക്കാൻ അടിയിലുണ്ടായിരുന്നു. നിന്റെ സാമാനം ഊമ്പാൻ ആര് വരുന്നു? നീയല്ലേ ഊമ്പിക്കൊടുക്കാൻ നടക്കുന്നത്. നീ എങ്ങാണ്ട് എത്തിയെന്ന് മുൻപേ പറഞ്ഞത് ഈ കോഴിക്കോട്ടെ പാലത്തിനടിയിലാണോ? ഞാൻ പുരുഷനാണ്, എനിക്ക് സാമാനവുമുണ്ട്, പക്ഷെ അത് നിന്നെപ്പോലെ ചീഞ്ഞ നപുംസകങ്ങൾക്ക് എയ്ഡ്സും STDയും പിടിപ്പിക്കാൻ വേറെ ആളെ നോക്ക്. നീയൊക്കെ ഹര മഹാരാജ് വെച്ച് ആളെ പിടിക്കുന്നുണ്ടല്ലോ, അങ്ങോട്ട് കൊടുക്ക്. നീ ഇത്രയും തെറി വിളിക്കാൻ വന്നത് നിന്നെ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞതിനല്ലേടാ പലരുണ്ടാക്കിയ കുണ്ട മോനെ. ഇപ്പോൾ മനസ്സിലായി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂതറ നീയാണെന്ന്. തുണി പൊക്കി കാണിക്കുന്ന ടീംസ് ശീതളൊന്നും ഇത്രയും കൂതറയല്ല. ഹര മഹാരാജമൈരൻ. ഇതാണ് ട്രാൻസ് മനുഷ്യർ അല്ലെങ്കിൽ ക്വയർ മനുഷ്യർ അനുഭവിക്കുന്നത്. ഇത് ഒരൊറ്റ മെസ്സേജ്, ഇങ്ങനെ ആയിരക്കണക്കിന് മെസ്സേജ് എൻ്റെ ഇൻബോക്സിൽ വന്നിരിക്കുന്നുണ്ട്. അതായത് ഞാൻ അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് ഞാൻ അഭിപ്രായം പറയുന്ന സമയത്ത്, അതായത് നിങ്ങളെപ്പോലെയുള്ള ട്രാൻസ് മനുഷ്യരെ പോലെയുള്ള ക്വയർ മനുഷ്യരെ പോലെയുള്ള മനുഷ്യർക്ക് അഭിപ്രായം പറയാനോ രാഷ്ട്രീയ സാമൂഹിക ബോധം ഇത്തരത്തിലുള്ള മേഖലകളിലൊന്നും നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. അഭിപ്രായം പറയാൻ ഞങ്ങളൊരു അവസരം തരും, ഞങ്ങളൊരു സമയം തരും. ആ സമയത്ത് നിങ്ങൾക്ക് വായ തുറക്കാം, അതിലല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. നന്ദി വൈക. ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എടുക്കണം. ഇവരുടെ ഫോട്ടോ ഒക്കെ കിട്ടി വരുമ്പോൾ കുറേ സമയമെടുക്കും. കുട്ടിയാണായാലും പെണ്ണായാലും ഞങ്ങൾ വളർത്തും എന്ന് മലയാളികൾ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുട്ടി ആണും പെണ്ണും അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുമോ എന്ന ചോദ്യത്തിലാണ് എൻ്റെ സാഹിത്യം പിറക്കുന്നത്. ഞാനൊരു ഇൻ്റർസെക്സ് ആയിട്ടുള്ള, ബയോളജിക്കൽ ഇൻ്റർസെക്സ് ആയിട്ടുള്ള, സോഷ്യലി ട്രാൻസ്വിമൻ ആയിട്ടുള്ള ഒരു എഴുത്താളാണ്. പേര് വിജയരാജ മല്ലിക. മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതുന്നു. 3 ഭാഷകളിലായി 10 പുസ്തകങ്ങൾ എഴുതി. ആത്മകഥയ്ക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗവും SCRTയുടെ കരിക്കുലം കമ്മിറ്റി അംഗം കൂടിയാണ്.
ആദ്യത്തേത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വരാനിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ആദ്യത്തേത് എന്ന് സൂചിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്നെ സംബന്ധിച്ച് കവിത എന്നത് എല്ലാ കാലത്തും അതിജീവനമാണ്, പോരാട്ടമാണ്. കവിത എഴുതിയത് കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ ആഘോഷത്തോടുകൂടി, ആമോദത്തോടുകൂടി, ഉന്മാദത്തോടുകൂടിയൊക്കെ ഇരിക്കാൻ സാധിക്കുന്നത്. ധാരാളം വേദികളിൽ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഈയിടെ ഇക്കഴിഞ്ഞ വേദി അയോധ്യയിലായിരുന്നു. ടൈംലെസ് അയോധ്യ എന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുത്തിട്ടാണ് ഈ ഒരു പരിപാടിയിലേക്ക് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ധാരാളം പരിപാടികളുണ്ടായിരുന്നു. എങ്കിൽ പോലും എവിടെ ചെന്നാലും ഏത് വേദിയിലാണെങ്കിലും സധൈര്യം എൻ്റെ കവിതയുടെ രാഷ്ട്രീയം പറയാൻ എക്കാലത്തും ഞാൻ മനസ്സ് കാണിച്ചിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അതിൻ്റെ ടൈറ്റിൽ വളരെ വ്യത്യസ്തമായി എനിക്ക് തോന്നി. ഇൻ്റർസെക്സ് അവസ്ഥകളിൽ ആൺ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ആൺ ഭാവനകൾക്കുള്ളിൽ ജീവിക്കുന്ന കാലത്ത് ഒരു പെണ്ണിൻ്റെ മനസ്സ് എങ്ങനെയാണോ അതാണ് ആദ്യകാലങ്ങളിൽ കവിതയായി രൂപപ്പെട്ടു വന്നത്. എന്നാൽ പിൽക്കാലത്ത് അത്തരം മനുഷ്യരോട്, ഞാനടങ്ങുന്ന മനുഷ്യരോട് സമൂഹം കാണിക്കുന്ന പ്രത്യേകതരം എന്താ പറയുക അരികുവൽക്കരണങ്ങളെ ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് കവിതകളിൽ. അത് കഴിഞ്ഞ് ഉള്ള ഒരു കാലഘട്ടത്തിൽ അത്തരം ഏജൻസികളെ കണ്ടുപിടിച്ച് അത്തരം ഏജൻസികളോട് പൊരുതാൻ സമൂഹത്തെ പാകപ്പെടുത്തുന്ന കവിതകളായിരുന്നു. ഇപ്പോൾ കൂടുതലും പ്രണയ കവിതകളും അതുപോലെ അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കവിതകൾ എഴുതി പോരുന്നു. പുതിയതായിട്ട് ഇതിനൊരു പുസ്തകം, അതായത് മത്തമയൂരം എന്ന പേരിൽ ഒരു കഥാസമാഹാരം പുറത്തു വരാനുണ്ട്. തമിഴിലും അതുപോലെ സിംഹളയിലും ഒക്കെയുള്ള ട്രാൻസ്ലേഷൻസ് ഓൺ ദ വേ ആണ്. ഹിന്ദിയിൽ അടുത്ത പുസ്തകം ആത്മകഥയുടെ മല്ലികാവസന്ത് മലയാളത്തിൻ്റെ ഹിന്ദി പതിപ്പ് ഇറങ്ങാനുള്ള തിരക്കുകളും ആലോചനകളും ഒക്കെ നടക്കുന്നു. ഇതിൽ എഴുത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിൽ ഏറ്റവും അധികം ലഹരിയായതും ഊർജമായതും എന്നെ സംബന്ധിച്ച് എഴുത്ത് തന്നെയായിരുന്നു, പ്രത്യേകിച്ച് കവിതകൾ. ഇപ്പോൾ വൈഗ ഇവിടെ മറ്റു പലരും ഇവിടെ സമൂഹത്തിൻ്റെ വിച്ഛേദങ്ങളെപ്പറ്റിയും സമൂഹത്തിൽ നിന്ന് വരുന്ന ദ്രോഹങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ കുറേ കാലമായിട്ട് ഇത്തരം വിഷയങ്ങളൊന്നും ഫേസ്ബുക്കിൽ എഴുതാറില്ല, ഇത്തരം ചർച്ചകൾക്കൊന്നും പോകാറില്ല. കാരണം എനിക്കുണ്ടാകുന്ന എല്ലാ ആലോചനകളും ചിന്തകളും ഒക്കെ ഞാൻ എൻ്റെ കഥകളിലെ കഥാപാത്രങ്ങളാക്കി രൂപപ്പെടുത്തി അവരുമായിട്ടുള്ള സംവാദത്തിൽ ആനന്ദം കാണുന്ന ഒരാളാണ്. ഇന്ന് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ പുതിയ കഥയിലെ നായിക ഗർഭിണിയാണ്. അവൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ചു ചെല്ലുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ ഗർഭം അലസിപ്പെടുത്തുമോ? കാരണം നിങ്ങളിന്ന് അത്ര നല്ല മൂഡിലല്ല ഇവിടുന്ന് പോയത്. അതോ എനിക്ക് പ്രസവിക്കാൻ സാധിക്കുമോ? ഞാൻ പ്രസവിക്കുന്ന ആൺകുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ എന്ന് അവൾ എന്നോട് മാറി മാറി ചോദിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻ്റർസെക്സിനെ ആണെങ്കിൽ നീ പ്രസവിക്കുമോ എന്ന തരത്തിൽ എനിക്ക് എൻ്റെ കഥാപാത്രങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന, ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശരീരത്തെ പറ്റിയും അതുപോലെ തന്നെ ഒരു ഇൻ്റർസെക്സ് ആയ വ്യക്തിയുടെയോ ഒരു ട്രാൻസ്ജെൻഡർ ആയ വ്യക്തിയുടെയോ അല്ലെങ്കിൽ LGB ആയിട്ടുള്ള മനുഷ്യരുടെയോ ഒക്കെ ജീവിതങ്ങളെ അടയാളപ്പെടുത്താൻ മലയാള ഭാഷയിൽ സഭ്യമായ പദങ്ങൾ ഉണ്ടായിരുന്നില്ല. വൈഗ സൂചിപ്പിച്ച പോലെ തന്നെ കുണ്ടനെന്നും ഫ്ലൂട്ടെന്നും അമ്മായി എന്നും 9 എന്നും വിളിക്കുന്ന മലയാള ഭാഷയോട് എനിക്ക് വെറുപ്പും തോന്നിയിട്ടില്ല. കാരണം ഭാഷ അതിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം സംസ്കാരത്തിൻ്റെ കണ്ണാടിയാണ് ഭാഷ. നമ്മുടെ സംസ്കാരത്തിൽ വ്യത്യസ്തരായ മനുഷ്യരെ ഉൾപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്തിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. ചരിത്രം പരിശോധിച്ചാൽ സംഘകാലം മുതലേ ഇൻ്റർസെക്സ് മനുഷ്യരുണ്ടായിരുന്നെന്നും സ്ത്രീകൾക്കൊപ്പം പേടികൾ എന്ന് അവതരിപ്പിക്കപ്പെട്ട ഇൻ്റർസെക്സ് മനുഷ്യരുണ്ടായിരുന്നു. കലയുടെ കൂട്ടത്തിൽ പേടിക്കൂത്തുകൾ അന്ന് വളരെ സ്വാഭാവികമായി സമൂഹത്തിൽ അരങ്ങേറിയിരുന്നു. പക്ഷെ പിൽക്കാലത്ത് വന്ന ചരിത്രത്തിലെ മാറ്റങ്ങൾ കൊണ്ട് ഇത്തരം മനുഷ്യർ, പ്രത്യേകിച്ച് 1871 ട്രൈബൽ ആക്റ്റും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രസവിക്കാൻ കഴിയാത്ത, ലീഗൽ ഇഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ട്രാൻസ്ജെൻഡർ മനുഷ്യരെയും ഇൻ്റർസെക്സ് മനുഷ്യരെയും വളരെ തന്ത്രപൂർവ്വം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് അകറ്റുകയായിരുന്നു. അപ്പോൾ എനിക്ക് പുതിയ സമൂഹങ്ങളോട്, അതായത് പുതിയ തലമുറയിലെ, ഇപ്പോൾ വളരെ ധൈര്യപൂർവ്വം സഹോദരി ഇവിടെ വയസ്സ് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എൻ്റെ വയസ്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പല കാലങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് എന്നെ തന്നെ തോന്നിയിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും ക്രൈസിസ് വരുമ്പോൾ ഞാൻ കുറച്ച് പഴയ കാലത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കും. ഒരുപക്ഷെ അത് 3-ാം നൂറ്റാണ്ടിലേക്കായിരിക്കാം, അവിടുന്ന് BC-യിലേക്കായിരിക്കും കിടക്കുന്നത്. BC-യിൽ നിന്ന് എനിക്കൊരു പനി വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ 2025 പുതിയ ശാസ്ത്രം, പുതിയ ടെക്നോളജി, പുതിയ മരുന്നുകളിലേക്ക് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, വായന ഉണ്ടായിരുന്നത് കൊണ്ടും ലോകത്തെ
മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത് കൊണ്ടും ഇത്ര സന്തോഷത്തോടു കൂടി, എനിക്കറിയില്ല വേറെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഇത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന്. എന്നോട് ഇന്ദു ചോദിച്ചു, പാട്ട് പാടാറുണ്ടോ? തീർച്ചയായിട്ടും പാട്ട് പാടാറുണ്ട്. ഉന്മാദം ഉണ്ടാകുന്ന സമയത്ത്, നിർവൃതി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടാറുണ്ട്. ഭാഗ്യം മ്യൂസിയത്തിനടുത്തല്ല ഞാൻ താമസിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ അറിയാം, കാട്ടിലെ കഴുതകളെല്ലാം ഓടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ സമൂഹത്തോട്. എറിയുന്ന കല്ലുകൾ വളരെ രൂക്ഷമായി, നല്ല ഉരുണ്ട കല്ലുകൾ, നല്ല ഷാർപ്പായ കല്ലുകൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുക. ആ കല്ല് നമ്മുടെ നെറ്റിയിലും ദേഹത്തും കൊണ്ട് മുറിയുന്ന ആ രക്തം പൊടിയുന്ന ഇടത്ത് നിന്നാണ് പുതിയ സാഹിത്യം എന്നെ സംബന്ധിച്ച് പിറന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ 9 എന്ന് വിളിക്കുമ്പോൾ ഞാൻ അയ്യോ എന്നെ അങ്ങനെ വിളിച്ചല്ലോ, മലയാള ഭാഷയെ പ്രണയിച്ച നിങ്ങൾ ഞങ്ങളെ എന്തേ മറന്നുപോയി, 3 ആക്കി 6 ആക്കി 9 ആക്കി അക്കങ്ങൾ കൊണ്ട് വളർന്നുവല്ലോ, കുറ്റിയടിച്ചു കൊളുത്തി വലിച്ചു ആണിലും പെണ്ണിലും തള്ളിയല്ലോ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചുവരിൻ്റെ മാറിൽ തൂക്കിയല്ലോ, പൊയ്മുഖപ്പടമുള്ള പുഞ്ചിരി കൊണ്ട് ഹൃദയങ്ങൾ പന്തു കളിച്ചുവല്ലോ, ഭിന്നമായി ഞങ്ങളിൽ എന്തുണ്ട് പ്രിയരെ ഭഗ്നകാമാങ്കിത സ്വപ്നങ്ങളോ, മുരുക എനിക്ക് കണ്ണട വേണ്ട മുന്തിയ കാഴ്ചകൾ കണ്ടുമടുത്തു എന്ന് ഭഗ്നകാമാങ്കിത എന്ന കവിതയിൽ എഴുതി. അതൊന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സിലബസിൻ്റെ ഭാഗമാണ്. പണ്ട് 9 എന്ന് വിളിക്കുമ്പോൾ ഇതുപോലെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരെങ്കിലും 9 എന്ന് വിളിച്ചാൽ, തൃശ്ശൂർ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്, സഫയർ എന്നാണ് അതിൻ്റെ പേര്. അവിടെ വിളിച്ചു കൊണ്ടുപോയി മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, 9 എന്ന പദത്തിന് സംഘകാല എഴുത്തുകളിൽ വളരെ കൃത്യമായ നിർവചനമുണ്ട്. അതായത് അക്കാലത്തെ സ്ത്രീകൾക്ക് 8 ഗുണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 9ാമത്തെ ഗുണമായ വീര്യം, പവർ, അത് ഞങ്ങളെപ്പോലുള്ള പേടികളിൽ നിന്നാണ് സ്ത്രീകളിലേക്ക് എഴുതപ്പെട്ടത്. നമുക്കറിയാം, ബൈബിളിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദവും ഹൗവയും പഠിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആദവും ഹൗവയും ആയിരുന്നോ ആദ്യത്തെ സ്ത്രീയും പുരുഷനും എന്ന ചോദ്യമുണ്ട്. ലിലിത്ത് എന്നൊരു ഇൻ്റർസെക്സ് വ്യക്തി ഉണ്ടായിരുന്നെന്നും ആ വ്യക്തിയെ അല്ലെങ്കിൽ സ്വന്തമാക്കിയ ആദമിന് അവൾ ഇക്വാലിറ്റിക്ക് വേണ്ടി പൊരുതിയത് കൊണ്ട് അവളെ വേണ്ടെന്ന് ആവശ്യപ്പെടുകയും ദൈവം അങ്ങനെ സ്വന്തം നട്ടിലിൽ നിന്ന് ഒരു എല്ലാം മാംസം എന്തോ എടുത്ത് ആണ് സ്ത്രീയെ സൃഷ്ടിച്ചെന്ന് പറയുന്നു. പക്ഷേ ലില്ലിത്തിലൂടെ ആഘോഷിക്കപ്പെടേണ്ട സ്ത്രീത്വം ഇന്ന് ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹവ്വയിലൂടെയാണ്. ഞങ്ങളുടെ ലില്ലിത്തിന് മരണമില്ല എന്നൊരു കവിതാ സമാഹാരം ഉണ്ടായിരുന്നു എൻ്റെ. അതിൽ ഞാൻ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്, ഞങ്ങളെപ്പോലുള്ള ലിലിത്തുകളുടെ സ്ത്രീത്വം ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് ഇവിടെയുള്ള സിസ്ജെൻഡർ സ്ത്രീകളുടെ ആണ്. കാരണം അതിന് ഉദാഹരണം പറയാം. സ്ത്രീകളെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പെൺകുട്ടികൾ, എത്ര സ്ത്രീകൾ പൊട്ടും കമ്മലും മാലയും വേണ്ട സാരി ഉടുത്ത എത്ര സ്ത്രീകളുണ്ട്, നമുക്ക് എണ്ണി നോക്കാൻ തന്നെ അറിയാം. നിങ്ങൾ ബയോളജിക്കലി സ്ത്രീകളായതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം അടയാളങ്ങളുടെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ സ്ത്രീകളായി സമൂഹം അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്നോ വലിച്ചെറിഞ്ഞ ഇത്തരം അടയാളങ്ങൾ വാരി പുണരേണ്ട അല്ലെങ്കിൽ വാരി ഒട്ടിക്കേണ്ട ഒരു ദുരാവസ്ഥയുണ്ട്. ആ ദുരാവസ്ഥയുടെ ദൈർഘ്യം, അതായത് ഇത് രണ്ടിനും ഇടയിലുള്ള ദൂരം കുറയ്ക്കാനാണ് സത്യത്തിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വളരെ വലുതാണ്. ആ ദൂരത്തെ കുറയ്ക്കാനും മെയിൻ സ്ട്രീം എന്താണെന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പൊതുബോധം അതിപ്പോൾ വളരെ സത്യമായിട്ടാണ് വൈഗ പറഞ്ഞത്. നിങ്ങൾ എഴുതുന്നുണ്ടോ, നിങ്ങൾ അവിടെ ഇരിക്കൂ, നിങ്ങൾ എഴുതേണ്ട വിഷയം ഇതല്ല, നിങ്ങളുടെ വിഷയങ്ങൾ മാത്രം എഴുതൂ എന്ന് പറയുന്ന സമൂഹത്തിനോട്, മലയാള ഭാഷയോട് പൊരുതി മലയാള സാഹിത്യത്തിൽ സ്വന്തമായി ഒരു കസേര വലിച്ചിട്ട ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കവി നിങ്ങളാണെന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, അങ്ങനെ ഒരു ആദ്യത്തേതുണ്ടോ? ഉണ്ട്, ആദ്യത്തേതുണ്ട്. ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ട്രാൻസ്ജെൻഡർ ആയിക്കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ടാകാം. പക്ഷേ അവർ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതായി ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി, ഇന്റർസെക്സ് ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് കവിതകൾ എഴുതുമ്പോൾ ആ വ്യക്തി സമൂഹത്തിൽ നിന്നും ജാതിയിൽ നിന്നും അതുപോലെ കുടുംബത്തിൽ നിന്നുമൊക്കെ വാങ്ങിക്കേണ്ടി വരുന്ന പ്രഹരങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായി അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. ഇനി നിങ്ങൾ എന്നോട് പറയാണ് നിങ്ങൾ കവിത എഴുതരുത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒന്നും കവിതയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ എഴുതുന്ന നിങ്ങൾ വായിക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഇനി നാളെ ഒരു പബ്ലിക്കേഷൻ വന്ന് പറയാണ് ഞങ്ങൾ മല്ലികയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കൽ വേണ്ട, ഞാനൊരു നോർമൽ പ്രസ്സിൽ പോയി എൻ്റെ പുസ്തകങ്ങൾ അടിച്ചിറക്കാൻ എനിക്ക് യാതൊരു മടിയില്ല. അപ്പോൾ പറയാനുള്ളത് എല്ലാ കാലത്തും സധൈര്യം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. അതിന് ജാതിയോ രാഷ്ട്രീയമോ മതമോ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ചാലഞ്ചായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം
എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്കും ജമായത്തെ ഇസ്ലാമി ഒഴിച്ച്, പബ്ലിക്കായിട്ട് പറയുകയാണ്, ജമായത്തെ ഇസ്ലാമി ഒഴിച്ച് ബാക്കി എല്ലാ രാഷ്ട്രീയ പരിപാടികളുടെ പരിപാടിക്കും പോകാറുണ്ട്. കാരണം ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അംഗീകരിക്കുന്ന എല്ലാ ഇടങ്ങളിലും രാഷ്ട്രീയം പറയാൻ, കവിത പാടാൻ, പാട്ട് പാടാൻ പോകാറുണ്ട്. എനിക്ക് പ്രകൃതിയോട്, മന്ദാരക്കാവിലെ പാട്ടറിയോ? ഇല്ല, അറിയോ? പാട്ടറിയോ? മന്ദാരക്കാവിലെ വേലപ്പുര കാണാം. മൈക്കെടുത്തോ. ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ആണായിരുന്നപ്പോൾ പാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പെണ്ണാകുമ്പോൾ പാടാൻ സാധിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു വേദിയിലേക്ക് വരുന്നതിന് മുമ്പ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് പാട്ട് പാടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൺ ശരീരത്തിലിരുന്ന് പെൺ ശബ്ദത്തോടെ പാടുക സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും സാറിട്ടിരിക്കുന്നു. കാരണം സിസ്റ്റ് ഉണ്ടായിരുന്നു, മറ്റ് മാലിസിസ് ഉണ്ടായിരുന്നു, അതെല്ലാം ബയോളജിക്കലി റിമൂവ് ചെയ്ത് ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് എഴുത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. വസന്തസേന നായകനെ പ്രണയിക്കുകയും വസന്തസേനൻ്റെ ഭാര്യയാകാൻ, അതോടൊപ്പം ജീവിതത്തെ ഒരുപക്ഷെ വഴുതിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ജീവിതത്തെ മുറുക്ക പിടിച്ചുകൊണ്ട് അവിടെ ഏറ്റവും മനോഹരമായി, ഏറ്റവും കോൺട്രിബ്യൂട്ടറി ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ജെൻഡർ കവി എന്ന രീതിയിൽ വലിയൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, വളരെ റിഗ്രസീവായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. അതായത് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി, നരബലി, അന്ധവിശ്വാസങ്ങളൊക്കെ തെളിഞ്ഞും മറഞ്ഞും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്, അതോടൊപ്പം പ്രോഗ്രസീവായിട്ടുള്ള ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നു. ഒരുപാട് പുരോഗമനമായ ചർച്ചകളും സാങ്കേതികമായ ധാരാളം കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ വായിച്ചത്, ഇത്രയും കാലം നമ്മൾ പിരമിഡ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നത് എന്താണ്? പിരമിഡ് എന്നത് ഒരു ടോപ്പ് പോർഷൻ മാത്രമാണെന്നും അതിൻ്റെ അടിയിൽ ഇലക്ട്രിക്കലായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അക്കാലത്തെ മനുഷ്യര് നമ്മളെക്കാൾ സാങ്കേതികമായി മുന്നേറ്റം ഉണ്ടായിരുന്നവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അത് ശരിയാണോ ഇല്ലയോ എന്ന് കൂടി അറിയണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സമൂഹത്തോട് എനിക്ക് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്, ലെറ്റ് ദ സൊസൈറ്റി ബി റിഗ്രസീവ് ഓർ പ്രോഗ്രസീവ്. സിറ്റ് ഡൗൺ ആൻഡ് ഡോക്യുമെന്റ് യുവർ ലൈഫ്. കാരണം നിങ്ങളിരുന്ന് നിങ്ങളുടെ കാലത്തെ രേഖപ്പെടുത്തുമ്പോൾ ആ കാലത്തിൻ്റെ ശ്രുതികളെയും വളർച്ചയെയും പറ്റി വരാനിരിക്കുന്ന സമൂഹങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഇപ്പം ഞങ്ങളെപ്പറ്റി പഠിക്കാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവർക്ക് പക്ഷേ ആർക്കൈവുകളില്ല, അല്ലെങ്കിൽ കൃത്യമായ ചരിത്രരേഖകളില്ല. അവർക്ക് തീർച്ചയായിട്ടും ഒരു 500 വർഷം കഴിഞ്ഞ് ഇവിടെ കേരളത്തിലേക്ക് ട്രാൻസ്ജെൻഡർ കവിതകളെ പറ്റി പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടി ആയിരക്കണക്കിന് കവിതകൾ എഴുതാനുള്ള ഒരു വലിയ പ്രവർത്തനത്തിലാണ് ഞാൻ ഇന്ന് മുഴുകിയിട്ടുള്ളത്. അതിൽ ഭൂരിഭാഗവും എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വേദി തന്നതിൽ ഒരുപാട് സന്തോഷം. കിർത്താഡ്സിന് പ്രത്യേകിച്ചും ആദ്യമായിട്ടാണ് ഇവിടെ കിർത്താഡ്സിൽ വരുന്നത്. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഒരു പാട്ട് പാടാം. ശ്രീകുമാർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല, പാട്ട് പാടുന്നില്ല. പാട്ടാം, തുടങ്ങ്. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോരേണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. എനിക്ക് ഇത്രേ അറിയുള്ളൂ, സോറി. Anyway, thank you for this great platform. Thank you. എൻ്റെ കൂട്ടുകാരികളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരും ഭാഗ്യവതികളുമാണ്. നൃത്തം ചെയ്യാനറിയാം, കവിത എഴുതും, പാട്ട് പാടും. അവരുടെ കൂടെ സഹകരിക്കുന്നതിന് വലിയ സന്തോഷമാണ്. കാർത്തി, നമുക്ക് കുറച്ച് സമയം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഈ സെഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. 1:30 വരെയാണ് നമ്മുടെ സമയം. 1:30 അടുത്ത സെഷൻ തുടങ്ങിയാണ്. അത് ഈ സെഷൻ്റെ അവസാനം കൂട്ടുകാരികളൊരു പെർഫോമൻസും കൂടെ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്കതും കാണാം. അതിനു മുൻപ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.
എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഈ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള നമുക്കറിയുന്ന 2 ആളുകളാണ്, നമ്മുടെ സ്നേഹിതകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ട്രാൻസ് എന്നുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി അതല്ലെങ്കിൽ ഇതുമായി നമുക്കറിയാം ഇതൊരു വലിയൊരു അംബ്രല്ലയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഏത് തരത്തിലുള്ളതാണെങ്കിലും ഈ അംബ്രല്ലയുടെ ഉള്ളിൽ വരുന്ന ഈ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള അക്സെപ്റ്റൻസ് എങ്ങനെയാണ്? ഫാമിലി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ പൊതുധാരയിൽ മറ്റുള്ള ആളുകൾ ഇപ്പം നമുക്കറിയാം മൊത്തത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പം ഇവിടെ തന്നെ പറയുണ്ടായി. ഇതിലും കൂടുതൽ നിങ്ങളിൽ പലരും മറ്റു വേദികളിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണോ ഈ ട്രൈബൽ മേഖലയിൽ ഫേസ് ചെയ്യുന്നത് എന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. ഹലോ ഒന്നാമത് എന്താ കേൾക്കുന്നില്ല? അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു ട്രൈബൽ എന്നതിൻ്റെ പേരിൽ തന്നെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ജാതിപരമായ രീതിയിൽ തന്നെ ആണെങ്കിലും വിദ്യാഭ്യാസപര മേഖലയിലാണെങ്കിലും എല്ലാ ഫീൽഡുകളിലും ഒരു ട്രൈബ് എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ മുമ്പിലേക്ക് വരണത്. ആ ഒരു ജനതയുടെ ഇടയിൽ സ്വന്തം സ്വത്വത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ സ്വന്തം ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് കേട്ട് വളർന്നു വരുന്ന ആൾക്കാർ ഇതുപോലെയും മനുഷ്യരുണ്ടെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നേരത്തെ കാർത്തിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്ക് കളയാൻ പറ്റില്ലല്ലോ, ഞാൻ പെറ്റിട്ടതല്ലേ എന്ന്. ഈ ഒരു അക്സെപ്റ്റൻസ് തന്നെയാണ് ട്രൈബൽസിൻ്റെ ഇടയിൽ ഉണ്ടാവുക. കാരണം സ്വന്തം മക്കളെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ പുറത്താക്കാനോ ഒരിക്കലും ട്രൈബൽസിൻ്റെ ഇടയിൽ ഇതുവരെയായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ദൈവം സഹായിച്ച് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രൈബൽ വിഭാഗത്തിലെ ആൾക്കാർ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലേറെ ഒരുപാട് സന്തോഷമാണ്. നമ്മളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ. പിന്നെ ട്രൈബൽ ഹിസ്റ്ററിയിൽ തന്നെ ഇവിടെ ട്രൈബൽസിൻ്റെ ഇടയിൽ ആണ് പെണ്ണ് എന്നുള്ളൊരു വേർതിരിവോ കാര്യങ്ങളൊന്നുമില്ല. ട്രൈബൽ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ മോഡേൺ സൊസൈറ്റിയാണ് ആൺപെൺ വേർതിരിവ് എന്നുള്ളൊരു സങ്കല്പം ട്രൈബൽസിൻ്റെ ഇടയിലേക്കും കൊണ്ടുവന്നിട്ടിരിക്കണത്. ഒരുമിച്ച് പണിയെടുത്തും ഒപ്പറ കിട്ടാൻ തുടങ്ങുകയും ഒപ്പറ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ് ട്രൈബൽസും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഏതൊരു തൊഴിൽ മേഖലയിൽ പോയി കഴിഞ്ഞാലും ഒരുമിച്ച് നിൽപ്പാനും ഒരുമിച്ച് വർത്തമാനം പറവാനും ഒരുമിച്ച് സ്റ്റാൻഡ് അവനവനെ കാര്യം പറവാനും, അതായത് സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് വോയിസ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഗോത്രത്തിൽ അതാത് ഗോത്രങ്ങളിൽ വുമൻസിന് സംസാരിക്കാനുള്ള ഒരു വോയിസ് എപ്പോഴും പുരുഷന്മാർ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇപ്പോൾ ജന്മിക്കുടിയാൻ വ്യവസ്ഥിതിയെല്ലാം മാറി മൺമറിഞ്ഞ് ഊരുമൂപ്പൻ്റെ സമ്പ്രദായം എല്ലാം വളർന്നു വന്നു. ഗ്രാമസഭ അതുപോലുള്ള കാര്യങ്ങളെല്ലാം വികസിച്ചു. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ കാര്യങ്ങളെല്ലാം വികസിച്ചു. ഒരുപാട് വികസനങ്ങൾ ട്രൈബൽ മേഖലയിൽ തന്നെ വളർന്നു വരുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമായി പോകുന്നു എന്നുള്ളതും കൂടി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്ന മനുഷ്യർ തന്നെയാണ് നമ്മുടെ ജനത. അതിൽ യാതൊരുവിധ സംശയമില്ല. അറിവില്ലാത്തവർ എന്തെങ്കിലും തെറ്റ് പറയട്ടെ, അതിനെയൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല. ഇതിനേക്കാളും വൃത്തികെട്ട വാക്യങ്ങൾ കേട്ട് വന്ന് ഞങ്ങളുടെ ചെവി മൊത്തം തഴമ്പിച്ചിരിക്കുകയാണ്.
അപ്പോൾ കേട്ട വാക്കിനൊന്നും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടൊന്നും ഞങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന സാധനമല്ല. ഇപ്പം ജീവിതകാലം മുഴുവൻ ഇത് കേൾക്കാനുള്ളതല്ലേ. അപ്പോൾ അവർ പറയണതിനനുസരിച്ച് നമുക്ക് എന്താണ് ജീവിച്ച് മുന്നേറാമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആക്ച്വലി ബിന്ദു ചേച്ചി ചോദിച്ച പോലെ തന്നെ ആ ഒരു വൈവിധ്യം എന്ന് പറയുന്നതിൽ കുയർ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാം കേൾക്കുന്നൊരു വാക്കാണ് കുയർ എന്ന് പറയുന്നത്. കുയറിൻ്റെ മലയാളത്തിൽ ഏകദേശം ഒരു വിമത വായന എന്ന് പറഞ്ഞിട്ടൊരു വായനയുണ്ട്. അതായത് അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പൊതുബോധം പേറുന്ന മനുഷ്യർ എപ്പോഴും നമുക്കൊരു തോട്ട്സ് ഉണ്ട്. സ്ത്രീകളായാലും ഇങ്ങനെയാണ്, മുടികളെല്ലാം നീട്ടി ഇങ്ങനെ, പുരുഷന്മാരായാലും മുടിയെല്ലാം നമ്മൾ പൊതുവേ പറയുന്നത് അതിന് ബോയ് കട്ട് എന്നാണ്. ഇപ്പോൾ ബിന്ദു ചേച്ചീനെ എടുക്കുകയാണെങ്കിൽ തന്നെ ബിന്ദു ചേച്ചീൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് അത് ഷോർട്ട് കട്ടാണ്. അപ്പോൾ ബിന്ദു ചേച്ചി ആ രീതിയിലും ബിന്ദു ചേച്ചി ഞങ്ങളുടെ കുയർ മനുഷ്യരാണ്. കാരണം എന്താ വെച്ചാൽ പൊതുബോധത്തിൽ നിന്നും മാറി ചിന്തിക്കുകയോ മാറി നടക്കുകയോ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും കുയറാണ്. ആ ഒരു രീതിയിൽ കൂടെ നമ്മുടെ സാഹിത്യത്തിൽ കുയർ സാഹിത്യം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാഹിത്യ മേഖല വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിമത വായന എന്ന് പറയുന്നത് നിലനിൽക്കുന്ന പൊതുബോധത്തിനെ മുറിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ വകഞ്ഞ് ഭേദിച്ച് മറ്റൊരു രീതിയിൽ കൂടെ വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാക്കാണ് കുയർ എന്ന് പറയുന്നത്. അപ്പം ഇക്കണക്കിന് നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവം പോലും ഞങ്ങളുടെ കുയറായിട്ടുള്ള ഒരു സങ്കല്പമാണ്. കാരണം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ദൈവം ആണാണെന്ന് ചോദിച്ചു ഹിന്ദുസിനോട് ചോദിച്ചാൽ അവർ പക്ഷേ ദേവി ദേവൻ എന്ന് പറയുമായിരിക്കും. പക്ഷെ ഒരു ഇസ്ലാം രീതിയിൽ ദൈവത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ ദൈവം ആണാണോ ചോദിച്ചാൽ പറയാം അല്ല, നിങ്ങളുടെ ദൈവം പെണ്ണാണോ ചോദിച്ചാൽ അല്ല. അങ്ങനെയാണെങ്കിൽ ആണും പെണ്ണും അല്ലാത്തത് ഞങ്ങളുടെ കുയറാണ്. അപ്പം നിങ്ങളുടെ ദൈവം പോലും ഞങ്ങളുടെ കുയർ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരാണ്. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇത്തരം മനുഷ്യരെ കല്ലെറിയുന്നത്. ഇത്തരം മനുഷ്യരെ നിങ്ങളുടെ ദൈവത്തെ കൂടിയാണ് ഈ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഭാഷ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നിങ്ങളുടെ ദൈവത്തെ കൂടിയാണ് എന്നുള്ളതാണ്. എനിക്ക് ആ ക്വസ്റ്റിന് ഒരു ആൻസർ ഉണ്ട്. അതായത് ഒരു അർബൻ ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എന്നെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ട്രൈബലായ ആളുകളുടെ ഇടയിൽ ഉള്ള ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തമായ രാഷ്ട്രീയം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഗീത ടീച്ചറും ഫൈസലും കൂടി ഇവിടെ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ വന്നിരുന്നു. ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ. വൈ? ബിക്കോസ് ഇത്തരം കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്കുള്ള ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അവരതിനെ പ്രകൃതിയായിട്ടാണ് കാണുന്നത്. ഐ ഫീൽ സോ മച്ച് എക്സൈറ്റഡ്. വൈ? ബിക്കോസ് അവർ തിരഞ്ഞെടുത്ത പേര് തന്നെ പ്രകൃതി എന്നാണ്. അവർ തിരഞ്ഞെടുത്ത പേര് പ്രകൃതി എന്നാണ്. പ്രകൃതിയുടെ വൈവിധ്യം അതിനെ പ്രകൃതി പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ തൃതീയ പ്രകൃതി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് ആയുർവേദത്തിലും മറ്റ് അക്കാലത്തെ സാഹിത്യങ്ങളിലും വ്യക്തമായിട്ടല്ലെങ്കിലും അത് പറയുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 1984 സുൽത്താൻ ബത്തേരിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയായൊരു കഥയുണ്ട്. SSLC എക്സാമിനേഷന് മുമ്പ് ഒരു പെൺകുട്ടി ആൺകുട്ടിയായൊരു കഥയുണ്ട്. പക്ഷെ അന്ന് ആ സ്കൂൾ അതൊരു ക്രിസ്ത്യൻ സ്കൂളായിട്ട് പോലും അവർ അക്കാലത്ത് ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷനെയും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ട്രൈബൽ മേഖലയിൽ നിന്ന് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി പോലും പുറന്തള്ളപ്പെടുന്നില്ല. ദേ ആർ ഓൾറെഡി ഇൻ എൻ ഇൻക്ലൂസീവ് മോഡ്. താങ്ക് യു. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും എടുത്തൊരു തീരുമാനമാണ്. കീർത്താഡ്സിൻ്റെ വീഡിയോസ് ഓക്കെ, അതല്ലാതെ ഞങ്ങൾ സംസാരിക്കുന്നത് കട്ട് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ വിറ്റ് കാശാക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കേസ് കൊടുക്കുന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. ഒരു മിനിറ്റും കൂടി ഉള്ളൂ, അവസാനിപ്പിച്ചു. നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ബിന്ദു ചേച്ചി ചോദിച്ച ചോദ്യത്തോടൊരു മറുപടി, വ്യക്തിപരമായ മറുപടി ഉള്ളത്, എൻ്റെ സ്നേഹിതകൾക്കെല്ലാം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അത് ചോയ്സ് ആയിരുന്നില്ല. അതിനകത്ത് ചോയ്സ് ഇല്ല, ചെയ്തേ ഒക്കൂ എന്നുള്ളതാണ്. എനിക്ക് പക്ഷേ അത് ചോയ്സ് ആയിരുന്നു. എനിക്ക് സാധാരണ പോലെ 58 വയസ്സ് വരെ ജീവിച്ചതുപോലെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി അത് വേണ്ട, അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഞാൻ ട്രാൻസ്വുമൺ അല്ല, ട്രാൻസ്ജെൻഡറാണ്. എനിക്ക് എൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ ഇഷ്ടമാണ്.
അത് മാത്രമാണ് അതിൻ്റെ കാരണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അങ്ങനെ പുതിയ അപ്പിയറൻസിൽ സൊസൈറ്റി എങ്ങനെ സ്വീകരിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ നമ്മളെ സ്വീകരിച്ചാൽ സൊസൈറ്റി തീർച്ചയായും സ്വീകരിക്കും. നമ്മൾ നമ്മളെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ആദ്യമായിട്ട്. അതാണ് എൻ്റെ അനുഭവം. എല്ലാവർക്കും വളരെ നന്ദി. ഇത്രയും നേരം ആഹാരത്തിന് മുൻപ് ഉള്ള ഈ വേളയിൽ ക്ഷീണിച്ച അവസ്ഥയിൽ ഞങ്ങളെ കേട്ടിരുന്ന എല്ലാവർക്കും വലിയ നന്ദിയോടുകൂടി